അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസിന് വേണ്ടി സ്ഥലം വിട്ടു നൽകാൻ തീരുമാനിച്ചവർ വഞ്ചിക്കപ്പെട്ടുവെന്ന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ആക്ഷൻ കൗൺസിൽ. ബൈപ്പാസിന് ഏറ്റെടുക്കുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള കണക്ക് വ്യക്തമാക്കുന്ന 3D വിജ്ഞാപനം ഇറങ്ങാത്തതോടെ സ്ഥലം വിൽക്കാനോ വാങ്ങാനോ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഭൂ ഉടമകളുള്ളത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പ്രതിഷേധം ശക്തമാക്കാനാണ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. 18 വില്ലേജുകളെയാണ് ഇത് ബാധിക്കുക. ഇതിൽ 2 വില്ലേജ് ഒഴികെയുള്ള മുഴുവൻ വില്ലേജുകളിലും സർവേ നടപടികളുടെ ഭാഗമായി മഞ്ഞക്കല്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 3A നോട്ടിഫിക്കേഷൻ റദ്ദായതോടെ ഈ സ്ഥലം വിൽക്കാനോ വാങ്ങാനോ പണയം വയ്ക്കാനോ കഴിയാത്ത അവസ്ഥയിലാണ് ഭൂവുടമകൾ. അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസിനായുള്ള 3A നോട്ടിഫിക്കേഷൻ, അതായത് സ്ഥലമെടുപ്പ് സംബന്ധിച്ച നോട്ടിഫിക്കേഷൻ ഇറങ്ങിയത് കഴിഞ്ഞ വർഷമാണ്. സ്വാഭാവികമായും ഒരു വർഷം പൂർത്തിയാകുമ്പോൾ 3D നോട്ടിഫിക്കേഷൻ ഇറങ്ങേണ്ടതുണ്ട്. അതായത് ഏതൊക്കെ സ്ഥലങ്ങളാണ് സർക്കാർ ഏറ്റെടുക്കാൻ പോകുന്നതെന്ന് വ്യക്തമായി കൊണ്ടുള്ളതാണ് 3D നോട്ടിഫിക്കേഷൻ. എന്നാൽ 3D നോട്ടിഫിക്കേഷൻ ഇറങ്ങാതെ വന്നതോടുകൂടി 3A നോട്ടിഫിക്കേഷൻ റദ്ദായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയത്. ഇതാണ് ഈ ബൈപ്പാസിന് വേണ്ടി സ്ഥലം വിട്ടുകൊടുക്കാൻ തീരുമാനിച്ച ഭൂവുടമകളെ പ്രതിസന്ധിയിലാക്കുന്നത്. ധനകാര്യ സ്ഥാപനങ്ങളിലോ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ എന്തെങ്കിലും ലോണോ മറ്റു കാര്യങ്ങൾക്കോ വിൽപ്പനയ്ക്കോ ഒന്നും ചെന്നാൽ ഈ കല്ല് ഇവിടെ കിടക്കുന്നതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പ്രതിസന്ധിയാണ്. കാഞ്ഞൂർ പഞ്ചായത്തിൽ ഏകദേശം 252 പേരുടെ സ്ഥലത്താണ് കല്ലിട്ടിരിക്കുന്നത്. 142 പേരുടെ വീടുകൾ നഷ്ടപ്പെടുന്നുണ്ട്. അതിനാൽ ഈ കല്ലുകളുടെ നടപടികൾ പൂർത്തിയാക്കി 3D നോട്ടിഫിക്കേഷൻ ഇറക്കി ദേശീയപാത ഏറ്റെടുക്കാനുള്ള പരിപാടികൾ എത്രയും പെട്ടെന്ന് ചെയ്യുക. അതല്ല എങ്കിൽ ഞങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കി ഇത് ക്യാൻസൽ ചെയ്ത് ഞങ്ങൾ ഈ കല്ലുകൾ അഴിച്ചു മാറ്റി ഞങ്ങൾക്ക് ഒരു പഴയ ജീവിതം ഇവിടെ നയിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരിക. നേരത്തെ 3A നോട്ടിഫിക്കേഷൻ ഇറങ്ങിയതിന് പിന്നാലെ അതിലെ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഭൂവുടമകളുടെ നേതൃത്വത്തിൽ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിരുന്നതാണ്. ഇപ്പോൾ ഈ വിഷയം, അതായത് സ്ഥലം വിൽക്കാനോ വാങ്ങാനോ കഴിയാത്ത വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അത് മുൻനിർത്തി പ്രതിഷേധം ശക്തമാക്കാനാണ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. പഞ്ചായത്ത് ഭരണസമിതി പല പ്രാവശ്യവും സർക്കാരിലേക്ക് കത്തുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഓരോ കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം കാഞ്ഞൂർ വില്ലേജ് ഓഫീസിന്റെ ഫ്രണ്ടിലേക്ക് ജനകീയ ഒരു സമരം പഞ്ചായത്ത് ഭരണ നേതൃത്വം ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ട് ഒരു സമരം റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസിലേക്ക് ധർണ നടത്തുകയുണ്ടായി. അതുകൂടാതെ അതിനും ഒരാഴ്ച മുമ്പ് നമ്മൾ പറവൂര് NHAയുടെ ഓഫീസിലേക്ക് സമരം നടത്തി ജനശ്രദ്ധയെ ആകർഷിച്ച് എല്ലാ നേതൃത്വവും അറിഞ്ഞിട്ടുള്ള ഒരു വിഷയം തന്നെയാണിത്. പക്ഷേ ഇതുവരെയും 3D ഇറങ്ങിയതിൻ്റെ ഒരു പ്രഖ്യാപനം വന്നിട്ടില്ല എന്ന് മാത്രമല്ല 3A ക്യാൻസൽ ആയോ എന്നുള്ള ഒരു കൃത്യതയും ഇതുവരെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. ശബരി റെയിൽവേ പാതയ്ക്ക് കല്ലിട്ടതുപോലെ ഈ കല്ലും കുരുക്കായി മാറുമോ എന്ന ആശങ്കയിലാണ് ഭൂവുടമകൾ. വീഡിയോ ജേർണലിസ്റ്റ് രജീഷ് ഭാസ്കറിനൊപ്പം റിപ്പോർട്ടർ SS ശരൺ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.